മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ചിത്രം പ്രചരിപ്പിച്ചെന്ന കേസിൽ നാടകീയ സംഭവവികാസങ്ങൾ. കലാപാഹ്വാനത്തിന് കേസെടുത്തതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സുബ്രഹ്മണ്യനെ വിട്ടയച്ചു. AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് തന്റെ അറസ്റ്റെന്ന N സുബ്രഹ്മണ്യന്റെ പ്രതികരണം. ഇന്ന് രാവിലെ N സുബ്രഹ്മണ്യന്റെ കുന്നമംഗലത്തെ വീട്ടിലെത്തിയ പോലീസ് മൊഴി രേഖപ്പെടുത്താൻ ഒപ്പം വരാൻ ആവശ്യപ്പെട്ടു. സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ സുബ്രഹ്മണ്യനെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച സുബ്രഹ്മണ്യന്റെ രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ തന്നെ നിലനിർത്താൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. തുടർന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. ഇതിനോടകം പോലീസ് സ്റ്റേഷനിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനും സർക്കാരിനുമെതിരെ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ പലതവണ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റത്തിന്റെ വക്കോളമെത്തി. താൻ പോസ്റ്റ് ചെയ്ത 2 ചിത്രങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണെന്ന് സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. ആദ്യം ഒരു ഫോട്ടോ പങ്കുവെച്ചത് അപ്പൊ തന്നെ അതിനകത്ത് എന്തോ അപാകത ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്താണ്. ഡിലീറ്റ് ചെയ്തൊരു പടത്തെക്കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? ഇപ്പോ പുറത്തു വന്ന 2 പടവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ച വീഡിയോയിൽ നിന്നെടുത്തതാണ്. സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത പോലീസിന് ഇരട്ടത്താപ്പെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പോലീസിന്റെ ഇരട്ട നീതിയുടെ മുഖമാണ്. സത്യത്തില് പോലീസിനെ തീർത്തും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. N സുബ്രഹ്മണ്യനെ പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നുവെന്നും പ്രവീൺ. N സുബ്രഹ്മണ്യൻ ഇന്നലെ മുഴുവൻ സമയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലുണ്ട്. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്താൽ പോലെ, വിളിച്ചാൽ പോലെ വരില്ലേ? എന്തിനാണ് ഈ നടപടി? അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നും നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നുവെന്നും ചേവായൂർ CI പറഞ്ഞു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.